ഓരോ തലമുറയും മാനസാന്തരപ്പെടുന്നത് അതിനെ ഏറ്റവും അധികം നിഷേധിക്കുന്ന വിശുദ്ധൻ വഴിയായിരിക്കും. ബ്രിട്ടീഷ് എഴുത്തുകാരനായ G.K. ചെസ്റ്റർട്ടനാണ് ഇത് പറഞ്ഞത്. അതായത്, ധാരാളിത്തം ആഘോഷിക്കപ്പെടുന്ന ലോകത്തിൽ ദാരിദ്ര്യം ജീവിക്കുന്ന വിശുദ്ധനായിരിക്കും ആ തലമുറയെ മാനസാന്തരപ്പെടുത്താൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ഈ തലമുറയെ മാനസാന്തരപ്പെടുത്താനുള്ള വിശുദ്ധർ ആരാണ്? അത് നമ്മൾ ഓരോരുത്തരുമാണ്. നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്, ഈ തലമുറയെ മാനസാന്തരപ്പെടുത്തുന്ന വിശുദ്ധിയിലേക്ക്. ഗെത്സമനയിൽ യേശു രക്തം വിയർത്ത് പ്രാർത്ഥിച്ചപ്പോൾ പ്രിയപ്പെട്ടവരുടെ ആശ്വാസവാക്കുകൾ അവൻ കൊതിച്ചില്ല. തനിക്ക് ചുറ്റും അവർ സംരക്ഷണം തീർക്കണം എന്നവൻ ആഗ്രഹിച്ചില്ല. യേശു ആഗ്രഹിച്ചത് പ്രിയപ്പെട്ടവരുടെ ഉണർവുള്ള സാന്നിധ്യവും മുറിയാത്ത പ്രാർത്ഥനയുമാണ്. എന്നാൽ യേശു രക്തം വിയർത്തപ്പോൾ അവൻ്റെ പ്രിയപ്പെട്ടവർ ഒരു കല്ലേറ് ദൂരം മാറി ഉറങ്ങുകയായിരുന്നു. യേശു പറഞ്ഞതാണ് ഉണർന്നിരിക്കാൻ, പ്രാർത്ഥിക്കാൻ. എന്നാൽ അവർക്കതിനായില്ല. ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതും സങ്കടപ്പെടുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെയല്ലേ? ആശ്വാസവാക്കുകൾക്കുമുപരി പ്രിയപ്പെട്ടവർക്കായി നമുക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. ഈശോ നമ്മുടെ ജീവിതത്തിൽ നിന്നും ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ: സ്വയം പരിത്യജിക്കണം, സ്വന്തം കുരിശെടുക്കണം, അവൻ്റെ പിന്നാലെ പോകണം. ഇവ 3ഉം ഒന്നിച്ചു കൊണ്ടുപോകൽ ദൈവമേ എത്ര ദുഷ്കരമാണ്. സ്വയം പരിത്യജിക്കുകയും എന്നാൽ ഈശോയുടെ പിന്നാലെ പോകാതിരിക്കുകയും ചെയ്യുന്നവരുണ്ട്. സ്വയം പരിത്യജിക്കാതിരിക്കുകയും ഈശോയുടെ പിന്നാലെ പോകാൻ ശ്രമിക്കുന്നവരുണ്ട്. കുരിശെടുക്കാതെ ഈശോയുടെ പിന്നാലെ പോകുന്നവരുണ്ട്. സ്വന്തം കുരിശെടുക്കുകയും എന്നാൽ ഈശോയുടെ പിന്നാലെ പോകാതിരിക്കുകയും ചെയ്യുന്നവരുണ്ട്. അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിക്കണം, സ്വന്തം കുരിശെടുക്കണം, ഈശോയുടെ പിന്നാലെ പോകണം. തൻ്റെ സഹനത്തിലൂടെ മനുഷ്യപാപങ്ങൾക്ക് പരിഹാരം ചെയ്യുക മാത്രമായിരുന്നില്ല യേശു. പാപത്തിൻ്റെ മൂലാധാരങ്ങൾക്ക് മനുഷ്യൻ്റെ മേലുള്ള കടുംപിടുത്തം അവൻ വിടുവിക്കുകയുമായിരുന്നു. ആദി മാതാപിതാക്കളെ പാപത്തിൽ വീഴ്ത്തിയ പഴത്തിൻ്റെ ആകർഷകത്വം 3 കാര്യങ്ങളിലായിരുന്നു: നാവിന് രുചികരവും, കണ്ണിന് സുന്ദരവും, ബുദ്ധിക്ക് അറിവേകാൻ പറ്റിയതും. പാപപ്രേരണകളുടെ 3 മേഖലകളാണവ. പാപങ്ങൾക്ക് മാത്രമല്ല, പാപകരമായ മൂലപ്രകൃതിക്കും തൻ്റെ പീഡാസഹനത്താൽ അവൻ പരിഹാരം ചെയ്തു. ഒരു പാപത്തിനും നമ്മുടെ മേൽ അധികാരമില്ല. എല്ലാ പാപബന്ധനങ്ങളും യേശുക്രിസ്തുവിൻ്റെ പീഡാസഹന യോഗ്യതയിൽ പൊട്ടിച്ചെറിയാൻ നമുക്കാകും.